ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു സൺഡേ ആണ്, സൺഡേ മോർണിംഗ്. മിക്ക ഞായറാഴ്ചകളിലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്താണ് ആ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആദ്യമായി ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച നെയ്യ് ബാക്കിയുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൽ വെച്ച നെയ്യൊന്ന് ലൂസാക്കുകയാണ്. കട്ടയായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ദോശ തവ ഇങ്ങനെ ഗ്യാസൊക്കെ തീ ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ നെയ്യ് ഇങ്ങനെ ഉരുക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉരുക്കി നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി ദോശ ചുടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. കാരണം സൺഡേകളിൽ ഒഴിവാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദോശയൊക്കെ ഇങ്ങനെ നല്ലപോലെ വട്ടത്തിലൊക്കെ പരത്തി ചുട്ട് നെയ്യെല്ലാം ഒഴിച്ച് നെയ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ നെയ് റോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥിരം ഭക്ഷണമാണ്, പ്രത്യേകിച്ച് സൺഡേസിൽ. അപ്പോൾ ഈ ദോശ മാവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദോശ മാവ് അരച്ചിട്ട് അതിൻ്റെ ഒരു പോർഷൻ വേറൊരു ദിവസം വയ്ക്കും. മെയിനായിട്ട് ഇപ്പോൾ സൺഡേ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളിയാഴ്ച അരച്ച് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും സാറ്റർഡേയും സൺഡേ ഉപയോഗിക്കാൻ പാകത്തിലാണ് ഞാൻ മാവ് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നല്ലപോലെ ഫോംഡായിട്ട് മാവ് ഉപയോഗിച്ചിട്ട് ഞാൻ നല്ല വട്ടത്തിൽ ദോശ ഇങ്ങനെ പരത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിനി ഉരുക്കി വെച്ച നെയ്യ് ഇങ്ങനെ ഉറ്റിച്ച് നല്ലപോലെ മൊരിഞ്ഞ് വരണം. കാരണം സൺഡേകളെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഈ മൊരിഞ്ഞ ദോശ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന മൊരിഞ്ഞ ദോശ എന്ന് പറഞ്ഞാൽ സൺഡേ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ചുടുന്ന അപ്പം തന്നെ നമുക്കിങ്ങനെ കഴിക്കാമല്ലോ. ചുടുന്നു കഴിക്കുന്നു. അപ്പോൾ ഇത് വർക്കിംഗ് ഡേയ്സിൽ നടക്കില്ല. കാരണം നമ്മളിപ്പോൾ ചുട്ട് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ചുട്ട പാടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹോളിഡേയ്സിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മുരിഞ്ഞ ദോശയും ചട്നിയാണ് ഉദ്ദേശിക്കുന്നത്. മുരിഞ്ഞ ദോശയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ആവിയൊക്കെ പറന്ന് പൊങ്ങുന്നുണ്ട്, അരിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട്. ഈ തവ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് കാലമായിട്ടുണ്ട്. ഈ തവ ഇതുപോലെയുള്ള വലിയ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. അതേപോലെ തവ ഫ്രൈ, ഫിഷൊക്കെ വാങ്ങിച്ച് തവ ഫ്രൈ, പ്രോൺസ് തവ ഫ്രൈ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ തവ വളരെയധികം എനിക്ക് ഉപകാരപ്രദമാണ്. മെയിനായിട്ട് ഇതുകൊണ്ടുള്ള മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഈ മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തവ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഡേകളിലൊക്കെ എനിക്കിങ്ങനെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ മൊരിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഞാനിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിസ്പി ആവുമല്ലോ. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിക്കാനാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടം. പ്രത്യേകിച്ച് എൻ്റെ മകൾക്കൊക്കെ സൺഡേ ആകുമ്പോൾ ചോദിക്കും, ഇന്ന് മൊരിഞ്ഞ ദോശ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മാവൊക്കെ ബാറ്ററൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെക്കും. പിന്നെ ഈ നെയ്യിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ്. അവിടെ അമ്മ ഉണ്ടാക്കുന്ന നെയ്യാണ്, പരിശുദ്ധമായ നെയ്യ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല. നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഒരു ബോട്ടിലിങ്ങനെ നെയ്യ് ഇങ്ങനെ കൊണ്ടുവരും. അതിങ്ങനെ സൂക്ഷിച്ച് ഇവിടെ വയ്ക്കും. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെ ദോശ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അതിലൊരു ദോശ ഇങ്ങനെ ചുട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അടുത്തത് ചുടാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഈ തവ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചൂടാവും കേട്ടോ. അപ്പോൾ ഈ ചൂടാവുമ്പോൾ ചിലപ്പോൾ ഈ മാവൊക്കെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ വിട്ടൊക്കെ വരും. അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ മിക്ക സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാലൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം നമ്മുടെ ആ ഒരു 6 ദിവസങ്ങളിലെ വർക്കിന് അത്രയും 6 ദിവസങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നു. ശമ്പളം കിട്ടുമെങ്കിൽ കൂടിയും നമ്മൾ അത്ര ദിവസം വർക്ക് ചെയ്യുന്നു. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ ഡേ ആണല്ലോ. എല്ലാവിധ ടെൻഷൻസും മാറ്റി നമുക്ക് വേണ്ടിയൊരു ദിവസം അല്ലേ. ഇത് ചട്നി തയ്യാറാക്കിയത്. ഇതിലെന്താണെന്ന് വെച്ചാൽ തേങ്ങ, ഉണക്കമുളക്, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങളുള്ളൂ. ഇത്രയൊക്കെ ഇട്ട് അരച്ചിട്ട് നല്ലപോലെ കടുകും താളിച്ച് ഇട്ടിരിക്കുന്നതാണ് ഈ ചട്നി. ഇതും ചട്നി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതാണ് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ കട്ടൻ ചായയോ പാൽച്ചായയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ.
അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ഹാപ്പി പ്ലാനറ്റിൻ്റെ കിച്ചൺ ടവൽസ്. ഇതിൽ 20 ടവൽസ് ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ വാളിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഡബിൾ സൈഡ് ടാപ്പുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതിൽ നിന്ന് ഷീറ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് റീയൂസബിളാണ്. നമ്മളുള്ള ഈ സ്റ്റൗ, വാൾ ടൈൽസ്, അങ്ങനെയുള്ള എല്ലാ കൗണ്ടർ ടോപ്പ് അവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓയിൽ, മറ്റുള്ള ചെടിയൊക്കെ നമുക്ക് തുടച്ച് ടവൽ പോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേപ്പറാണെന്ന് തോന്നുള്ളൂ. പക്ഷേ പേപ്പറല്ല. അത് കാണുമ്പോൾ ഒരു പേപ്പർ പോലെ തോന്നും. പക്ഷേ നമ്മളിത് തുടച്ചെല്ലാം കഴിഞ്ഞ് വാഷബിളാണ്, റീയൂസബിളാണ്. 2000 ടൈംസ് വരെ നമുക്കിത് വാഷ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് എനിക്കിത്. ഞാനിത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തവണ ഞാൻ ഉപയോഗിച്ച ഒരു ടവലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇനിയും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ ഉപേക്ഷിക്കാറായി. ഏതായാലും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.